ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാറിപ്പറക്കുകയാണ് ഒരു പറ്റം പാറ്റകൾ. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റ് പരീക്ഷാ വിവാദവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും വിവിധ യുവജന പ്രസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഈ സമരത്തെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സമരമെന്നും ഈ സമരത്തിന്റെ അന്തസത്ത എന്നും. ഈ വിഷയത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നാണ്. നീറ്റ് എന്നത് MBBS അഡ്മിഷന് വേണ്ടി NTA നടത്തുന്ന ഒരു രാജ്യവ്യാപക എൻട്രൻസ് പരീക്ഷയാണ്. കഴിഞ്ഞ കുറച്ച് നാളത്തെ നീറ്റ് റിസൾട്ട് പരിശോധിച്ചാൽ അതിലെ ചില കണക്കുകൾ ആരെയും ഒന്ന് അമ്പരിപ്പിക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ നീറ്റ് പരീക്ഷയ്ക്ക് രാജ്യത്ത് 1-2 പേർക്കാണ് മുഴുവൻ മാർക്കും കിട്ടി 1ാം റാങ്ക് ലഭിക്കാറുള്ളത്. എന്നാൽ 67 പേർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ സംഭവം ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കി. അതിൽ തന്നെ ഹരിയാനയിലെ ജജ്ജർ എന്ന സ്ഥലത്തെ ഒരേ എക്സാം സെന്ററിൽ നിന്ന് മാത്രം 6 പേർക്ക് ഫസ്റ്റ് റാങ്ക് ലഭിച്ചു. ഇതിനേക്കാളൊക്കെ വിചിത്രമായ മറ്റൊരു കാര്യം ചില കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകളാണ്. 718, 719 എന്നിങ്ങനെയായിരുന്നു ചിലരുടെ മാർക്ക്. നീറ്റ് പരീക്ഷയെക്കുറിച്ച് ചെറിയൊരു ധാരണയുള്ളവർക്കറിയാം ഒരു ഉത്തരം ശരിയായാൽ 4 മാർക്ക് കിട്ടും, തെറ്റിയാൽ 1 മാർക്ക് കുറയും. അങ്ങനെയുള്ള ഒരു പരീക്ഷയിൽ പരമാവധി കിട്ടാവുന്നത് 720 മാർക്കാണ്. ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 716 മാർക്കേ കിട്ടും. ഒരെണ്ണം തെറ്റിയാൽ അത് 715 ആകും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 718ഉം 719ഉം മാർക്ക് വരുന്നത്? മാത്തമാറ്റിക്കലി ഇത് അസാധ്യമാണ്. ഈ ചോദ്യം വലിയ ചർച്ചയായപ്പോഴാണ് പരീക്ഷ നടത്തിയ NTA ഒരു വിശദീകരണവുമായി വരുന്നത്. പരീക്ഷാ സമയത്ത് ചില കുട്ടികൾക്ക് സമയം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത്. ഇതിനായി അവർ ചൂണ്ടിക്കാണിച്ചത് 2018 ക്ലാറ്റ് എന്ന നിയമ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. പക്ഷേ ഒരു നിയമ പരീക്ഷയ്ക്ക്, അതും ഒരു ഓൺലൈൻ പരീക്ഷയ്ക്ക് ഉപയോഗിച്ച മാനദണ്ഡം എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ മെഡിക്കൽ എൻട്രൻസിന് കൊടുക്കുക എന്ന ചോദ്യം അവിടെ സ്വാഭാവികമായി ഉയർന്നു. പക്ഷെ പ്രശ്നം അവിടെയും നിന്നില്ല. ഇതിനൊക്കെ മുമ്പ് തന്നെ, അതായത് പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ബീഹാർ പോലീസിന്റെ എക്കണോമിക് ഒഫൻസസ് യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ കത്തിക്കരിഞ്ഞ ചോദ്യപേപ്പറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല പരീക്ഷയുടെ തലേ ദിവസം രാത്രി തന്നെ തങ്ങൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടിയിരുന്നു എന്ന് അറസ്റ്റിലായ ചിലർ മൊഴി നൽകുകയും ചെയ്തു. ഗുജറാത്തിലെ ഗോദ്രയിലാകട്ടെ പരീക്ഷയ്ക്ക് ഒഴിഞ്ഞ ഉത്തരക്കടലാസുകൾ നൽകാനും അതിൽ പിന്നീട് ശരിയുത്തരങ്ങൾ എഴുതി ചേർക്കാനുമായി കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിന്റെ വിവരങ്ങളും പുറത്തുവന്നു. തുടക്കത്തിൽ ഈ ആരോപണങ്ങളെല്ലാം NTA നിഷേധിച്ചിരുന്നു. പരീക്ഷ വളരെ സുതാര്യമായാണ് നടന്നത് എന്നായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ പിന്നീട് അന്വേഷണം CBI ഏറ്റെടുക്കുകയും ഈ പറഞ്ഞ സംഭവങ്ങളിൽ കൃത്യമായ അറസ്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യുന്നതോടെ കാര്യങ്ങളുടെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മുന്നിലുള്ളത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. തങ്ങളെക്കാൾ മാർക്ക് യാതൊരു അർഹതയും ഇല്ലാത്ത പലരും പണം കൊടുത്തും ക്രമക്കേടിലൂടെയും നേടിയെന്ന് വരുമ്പോൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ ഒരു നിരാശയിലായിരുന്നു ഇന്ത്യൻ യുവത. ഇങ്ങനെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകളും വിദ്യാർത്ഥികളുടെ അമർഷവും പുകഞ്ഞു നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലും പിന്നീട് തെരുവുകളിലും വളരെ വ്യത്യസ്തമായ ഒരു പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് ആർക്കും മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്രമായ പേര് ഇവർ തെരഞ്ഞെടുത്തതെന്ന് നോക്കാം. 2026 മെയ് മാസത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആരംഭിക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസായ സൂര്യകാന്ത് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന യുവാക്കളെ പാറ്റകൾ എന്ന് കോടതിക്കുള്ളിൽ വിശേഷിപ്പിച്ചതിന് പുറമേ നടന്ന സോഷ്യൽ മീഡിയ പ്രതിഷേധങ്ങളുടെ തുടർച്ചയിലാണ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത്ത് ദീപ്കെ എന്ന ചെറുപ്പക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന് തുടക്കമിടുന്നത്. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും സിസ്റ്റത്തിലെ ചില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കേവലം പാറ്റകൾ അഥവാ കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ച് അധിക്ഷേപിച്ചപ്പോഴാണ് ആ അധിക്ഷേപത്തെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നമാക്കി മാറ്റാൻ ഇവർ തീരുമാനിച്ചത്. ലോകത്ത് എന്ത് വലിയ ദുരന്തമുണ്ടായാലും നശിച്ചു പോകാതെ അതിജീവിക്കുന്ന ഒന്നാണ് പാറ്റകൾ. നിങ്ങൾ എത്ര അവഗണിച്ചാലും അടിച്ചമർത്തിയാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊരു സറ്റയറിക്കൽ മറുപടിയായിരുന്നു ആ പേര്. സത്യത്തിൽ എന്താണ് ഈ CJP എന്ന് ചോദിച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ട് ചോദിക്കാൻ ഉണ്ടാക്കിയ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഒരു പാരലൽ പാരഡി പാർട്ടിയാണ്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ ഗൗരവമായി കാണാതെ പരസ്പരം ആരോപണങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും കളിച്ച് സമയം കളയാറാണല്ലോ പതിവ്. രാഷ്ട്രീയക്കാരുടെ ഈ കാപട്യത്തെയും സിസ്റ്റത്തിന്റെ വീഴ്ചകളെയും അതേ നാണയത്തിൽ തിരിച്ചു പരിഹസിക്കാനാണ് ഇവർ ഇങ്ങനെയൊരു പാരഡി പാർട്ടി മാതൃക ഉണ്ടാക്കിയത്. യഥാർത്ഥ പാർട്ടികളെ പോലെ തന്നെ ചിഹ്നങ്ങളും പ്രകടന പത്രികയും ഒക്കെ വെച്ച് പരിഹാസ രൂപേണയാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ആ പരിഹാസത്തിന് പിന്നിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന തികച്ചും ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു പാരലൽ പാരഡി പാർട്ടി എന്ന് വിളിക്കുന്നത്. തുടക്കത്തിൽ ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ ആയിരുന്ന ഈ മൂവ്മെന്റിലേക്ക് മാധ്യമ പ്രവർത്തകനായ സൗരവ് ദാസ് ചീഫ് സ്പോക്സ് പേഴ്സണായി വരുന്നു. ഒപ്പം അശുതോഷ് റാങ്ക, അഫ്രീൻ നവാസ്, ദീപക് ബലിയ തുടങ്ങിയ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സും ഒപ്പം ചേർന്നതോടെ CJP കൂടുതൽ സംഘടിതമായി മാറി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ മൂവ്മെന്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെയും NTA എന്ന ഏജൻസിയുടെ സുതാര്യതാ കുറവിനെതിരെയും സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ വലിയൊരു പൊതുവേദിയായി മാറുകയായിരുന്നു. തുടർന്ന് ഇവർ ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ സമരപന്തലിലേക്ക് നേരിട്ടെത്തി പ്രതിഷേധം ആരംഭിച്ചു. ലഡാക്കിൽ നിന്നുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചു കൂടി ജന്തർ മന്ദിറിലെത്തി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരാഹാര സമരം ആരംഭിച്ചതോടെയാണ്
CJP നടത്തുന്ന ഈ സമരം ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നത്. സത്യത്തിൽ ആരാണ് ഈ സോനം വാങ്ചുക് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തോറ്റുപോകുന്ന കുട്ടികളെ ചേർത്ത് പിടിച്ച് ലഡാക്കിലെ കഠിന സാഹചര്യങ്ങളിൽ അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത സെക്മോൾ എന്ന ബദൽ സ്കൂളും അതിലൂടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ വിപ്ലവവും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ സംഭവമാണ്. കൂടാതെ അറിയപ്പെടുന്ന ഒരു ലഡാക്കി എഞ്ചിനീയറും പരിസ്ഥിതി പ്രവർത്തകനും സയന്റിസ്റ്റുമാണ് അദ്ദേഹം. ലഡാക്ക് പോലെ കഠിനമായ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഐസ് സ്തൂപങ്ങൾ എന്ന കൃത്രിമ മഞ്ഞുമലകൾ ലോകമെമ്പാടും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ലഡാക്കിലെ സൈനികർക്കായി സൗരോർജ്ജം ഉപയോഗിച്ച് ചൂട് നിലനിർത്തുന്ന വീടുകളും കൂടാരങ്ങളും ഒക്കെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. മികച്ച പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള ഏഷ്യയിലെ നോബൽ സമ്മാനം എന്ന് വിശേഷിക്കപ്പെടുന്ന റമോൺ മഗ്സസെ അവാർഡ് ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇത്തരമൊരു വ്യക്തിത്വമാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ ചോർച്ചയ്ക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് ജന്തർ മന്ദിറിലെ CJP സമരപന്തലിലേക്ക് എത്തുന്നത്. ലഡാക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. തന്റെ ലക്ഷ്യത്തെക്കുറിച്ചും സമരത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം സംസാരിക്കുകയും തികച്ചും അഹിംസാത്മകവും എന്നാൽ ആശയപരമായി ശക്തവുമായ ഒരു പ്രക്ഷോഭത്തിന് പശ്ചാത്തലമൊരുക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചത്. ജന്തർ മന്ദിറിലെ സമരപന്തലിൽ എത്തിയ അദ്ദേഹം വിദ്യാഭ്യാസം കച്ചവടമല്ല, രാജ്യത്തിന്റെ ഭാവിയാണ് എന്നും അനീതിക്ക് മുന്നിൽ തലകുനിക്കാത്ത പുതിയ തലമുറയ്ക്കൊപ്പമാണ് ഞാൻ എന്നുമുള്ള കടുത്ത സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് മുന്നോട്ട് വെച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ സിസ്റ്റം തകർത്തത് കേവലം ചില കുട്ടികളുടെ പരീക്ഷ മാത്രമല്ല, മറിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതീക്ഷകളെയാണെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് അർഹമായ നീതി ലഭിക്കുന്നതുവരെ താൻ ഭക്ഷണം ഉപേക്ഷിച്ച് പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പെട്ടെന്ന് തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. തന്റെ നിരാഹാര സമരത്തിനിടയിൽ രാജ്യത്തെ വിദ്യാഭ്യാസ അഴിമതികളെക്കുറിച്ചും പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചും തികച്ചും നിർണായകമായ കാര്യങ്ങളാണ് സോനം വാങ്ചുക് മുന്നോട്ട് വെച്ചത്. പരീക്ഷാ സംവിധാനത്തിലുണ്ടായ ഗുരുതരമായ അനാസ്ഥയുടെയും വീഴ്ചകളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണമെന്നതായിരുന്നു ഇതിൽ ആദ്യത്തെ പ്രധാന ആവശ്യം. അതിനോടൊപ്പം തന്നെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ളതും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും ഭാവിയിൽ ഇത്തരം അഴിമതികൾ ആവർത്തിക്കാതിരിക്കാൻ രാജ്യത്തെ എൻട്രൻസ് പരീക്ഷാ സംവിധാനത്തിൽ പൂർണ്ണമായി അഴിച്ചു പണിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി ജന്തർ മന്ദിറിൽ തികച്ചും സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും നേരെ പിന്നീട് യാതൊരുവിധ പ്രതികാര നടപടികളോ കേസ് എടുക്കലുകളോ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ എഴുതി ഒപ്പിട്ട് നൽകണമെന്നതായിരുന്നു മറ്റൊരു പ്രധാന ആവശ്യം. കൂടാതെ പരീക്ഷാ ക്രമക്കേടുകളും അനിശ്ചിതത്വവും സൃഷ്ടിച്ച കടുത്ത മാനസിക സമ്മർദ്ദം മൂലം ദാരുണമായി ജീവനൊടുക്കേണ്ടി വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ഭരണകൂടം ഔദ്യോഗികമായി സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരവും നൽകണമെന്നും അദ്ദേഹം തന്റെ ഉപവാസ സമരത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. ജൂൺ മാസം 26-നാണ് സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിക്കുന്നത്. നീണ്ട 26 ദിവസത്തെ സമരത്തിനൊടുവിൽ ജൂലൈ 23-നാണ് അദ്ദേഹം സമരം അവസാനിപ്പിച്ചത്. സമരം തുടങ്ങി 20 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വല്ലാതെ വഷളാകുകയും വലിയ ആശങ്കകൾ ഉയരുകയും ചെയ്തിരുന്നു. തുടർന്ന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് അദ്ദേഹത്തെ സമരസ്ഥലത്ത് നിന്ന് മാറ്റി നിർബന്ധിതമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. സോനം വാങ്ചുക്കിനെ തുണികൾ കൊണ്ട് മറച്ചാണ് പോലീസ് അവിടെ നിന്നും കൊണ്ടുപോയത്. പോലീസ് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് സമരക്കാർ ആരോപിച്ചതോടെ ഡൽഹി ജന്തർ മന്ദിറിൽ പോലീസും സമരക്കാരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. സമരം 26 ദിവസം പിന്നിട്ടപ്പോൾ കേന്ദ്രമന്ത്രി JP നദ്ദ നേരിട്ടെത്തി സോനം വാങ്ചുക്കിനെ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം ഒഴികെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതുന്ന സമരക്കാരുടെ മറ്റെല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയത്. സോനം തന്റെ സമരം അവസാനിപ്പിച്ച അന്ന് അർദ്ധരാത്രി 12 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ലൈവിൽ വരികയും വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്ന രീതിയിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ എത്രയും വേഗം പരിഗണിക്കുമെന്ന് ക്യാബിനറ്റ് തീരുമാനമെന്ന നിലയിൽ ഉറപ്പു നൽകുകയും ചെയ്തു. സോനം വാങ്ചുക് 26 ദിവസത്തെ തന്റെ ഉപവാസ സമരം അവസാനിപ്പിച്ചെങ്കിലും CJPയുടെ നേതൃത്വത്തിലുള്ള ഈ വലിയ വിദ്യാർത്ഥി സമരം അവിടെ പൂർത്തിയായി എന്ന് വിചാരിച്ചാൽ തെറ്റി. സത്യത്തിൽ ഈ പോരാട്ടം ഇപ്പോൾ രാജ്യമൊട്ടാകെ കൂടുതൽ ശക്തമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെയും അവരുടെ ദേശീയ വക്താക്കളും വ്യക്തമായി പറയുന്നത്. പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോടതികൾ നടത്തുന്ന ഇടപെടലുകൾ മാത്രം പോരാ, മറിച്ച് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുക തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് ഇവർ. ഇതിനിടയിൽ സർക്കാരുമായി ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ച് സർക്കാർ പ്രതിനിധികളും CJP നേതാക്കളും തമ്മിൽ ആദ്യഘട്ട ചർച്ചകൾ നടക്കുകയുണ്ടായി. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും ഉണ്ടാകില്ല എന്ന കാര്യത്തിലും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്ന കാര്യത്തിലും സർക്കാർ തത്വത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മറുപടി നൽകാൻ ശനിയാഴ്ച ഉച്ചവരെ സമയം വേണമെന്നാണ് സർക്കാർ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ രാജ്യവ്യാപകമായി സമാധാനപരമായ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും ഈ സമരം വേഗത്തിൽ പടരുകയാണ്. ഹൈദരാബാദിലൊക്കെ സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥി ബന്ദ് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ജന്തർ മന്ദർ ആകട്ടെ ഇപ്പോഴും വലിയ സമരച്ചൂടിലാണ്. അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന വിദ്യാർത്ഥികളെയും ആളുകളെയും തടയാൻ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ്
ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമരസ്ഥലത്തിനു ചുറ്റും വൻ പോലീസ് സന്നാഹത്തെ വിന്യസിക്കുകയും ആ പ്രദേശത്ത് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ആളുകൾ ഒന്നിച്ചു കൂടുന്നത് ഒഴിവാക്കാനായി ഡൽഹിയിലെ 18 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ സോനം വാങ്ചുക്കിന്റെ ഉപവാസ സമരം അവസാനിച്ചെങ്കിലും സിസ്റ്റത്തിന്റെ അനീതികൾക്കെതിരെ പുതിയ തലമുറ നടത്തുന്ന ഈ വലിയ പോരാട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതുവരെയുള്ള സമരത്തെ പറ്റിയുള്ള ഒരു ഏകദേശ വിവരണം. ഇനി ഈ സമരത്തെ അതിശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗം കൂടി നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ ഉയർത്തുന്ന ചില വാദങ്ങളെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കേവലം വിദ്യാർത്ഥികളുടെ പരീക്ഷാ പ്രശ്നങ്ങൾ എന്നതിനപ്പുറം ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ സുരക്ഷാ അജണ്ടയുണ്ട് എന്നാണ് വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്ന് ഈ സമരത്തിലേക്ക് പഞ്ചാബിൽ നിന്നും മറ്റും കടന്നു വരുന്ന ചില വിഭാഗങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. പരീക്ഷാ തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഖാലിസ്ഥാൻ രാഷ്ട്രവാദം ഉയർത്തുന്ന ചില വിഘടനവാദ ശക്തികൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വാദം ശക്തമായി വരുന്നുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റ് പ്രാദേശിക അസംതൃപ്തികളെ കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് തെരുവ് പ്രക്ഷോഭങ്ങളിലൂടെ അരാജകത്വം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് അധികൃതർ ആരോപിക്കുന്നു. മറ്റൊന്ന്, സമീപകാലത്ത് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്നതുപോലെ തെരുവ് പ്രക്ഷോഭങ്ങളെ മുൻനിർത്തി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെയും ഭരണഘടനാപരമായ സംവിധാനങ്ങളെയും അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെയും നടക്കുന്നത് എന്ന വിമർശനമാണ്. CJPയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണെന്നതും മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണെന്നതും ചൂണ്ടിക്കാട്ടി ഈ വലിയ മൂവ്മെന്റിന് പിന്നിൽ ആസൂത്രിതമായ രീതിയിൽ വിദേശ ഫണ്ട് ഒഴുകുന്നുണ്ട് എന്ന ആരോപണവും ഭരണകൂട അനുകൂലികൾ ഉയർത്തുന്നുണ്ട്. ഇതിനു പുറമെ ജന്തർ മന്ദറിലെ സമരത്തിനിടയിൽ വലിയ തോതിൽ അക്രമങ്ങൾ അരങ്ങേറി എന്നതും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. സമരക്കാരുടെ മാർച്ചും ഏറ്റുമുട്ടലും കാരണം 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും 20ഓളം പൊതുവാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ നടത്തുന്നത് സമാധാനപരമായ സമരമല്ല, മറിച്ച് പോലീസിനെ അക്രമത്തിലേക്ക് പ്രകോപിപ്പിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്നാണ്. വൻതോതിൽ ആളുകളെ കൂട്ടി അനുമതിയില്ലാത്ത മാർച്ചുകൾ നടത്തുകയും പോലീസ് ബലപ്രയോഗം നടത്തുമ്പോൾ അത് കാണിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുകയും ചെയ്യുക എന്ന ആസൂത്രിതമായ ശൈലിയാണ് ഇവർ പിന്തുടരുന്നത് എന്ന് വിമർശകർ കണക്കുകൾ വെച്ച് സ്ഥാപിക്കുന്നു. അതിനാൽ തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങളാണ് ഈ സമരത്തിന് നേരെ നിലനിൽക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊപ്പം സമരത്തിൽ പങ്കെടുത്തവരെ നേരിടാൻ ID ടാഗോ യൂണിഫോമോ ഇല്ലാത്ത ആളുകളെ കൂലി പട്ടാളത്തെ പോലെ നിർത്തി അടിച്ചമർത്താൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിനു പുറമെ സമരക്കാരെല്ലാം രാജ്യദ്രോഹികളും തീവ്രവാദികളുമാണെന്ന് ഇവർ ആരോപിക്കുകയും ചെയ്തു എന്നത് വസ്തുതയാണ്. എന്നിട്ടും ഈ സമരം ഇത്രയും ശക്തമായി മുന്നോട്ട് പോയത് ഇതിന്റെ ആശയപരമായ ശൈലി തികച്ചും ഒരു ജെൻസി രീതിയിലായതുകൊണ്ടാണ്. തുടക്കത്തിൽ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ സമരത്തെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു. അവരാരും വാർത്തകൾ നൽകാൻ തയ്യാറാകാതിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയെ എങ്ങനെ സമരത്തിന്റെ ഭാഗമാക്കാം എന്നാണ് ഈ തലമുറ ചിന്തിച്ചത്. ഗെറ്റ് റെഡി വിത്ത് മീ ശൈലിയിലുള്ള വീഡിയോസ്, വൺ ഡേ അറ്റ് പ്രൊട്ടസ്റ്റ്, വാട്ട് ഐ ഈറ്റ് അറ്റ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയ റീലുകൾ നിർമ്മിച്ച് അവർ അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡാക്കി മാറ്റി. തങ്ങളെ തല്ലാൻ വരുന്ന പോലീസുകാരുമായി ചേർന്ന് തമാശകൾ പറഞ്ഞ് റീലുകൾ എടുത്ത സംഭവം വരെ ഇതിന്റെ ഭാഗമായി നടന്നു. ചുരുക്കത്തിൽ ട്രഡീഷണൽ രീതികളിൽ നിന്ന് മാറി ഇത്തരം പുതിയ ന്യൂജൻ വഴികൾ സ്വീകരിച്ചതാണ് ദേശീയ മാധ്യമങ്ങളുടെ അവഗണനയെയും വിലക്കുകളെയും കാറ്റിൽ പറത്തി ഈ സമരത്തെ ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ഒന്നാക്കി മാറ്റിയത്. സമരത്തെ പൂർണ്ണമായി പിന്തുണച്ചിട്ടും ഈ ജെൻസി സമര രീതി സമരത്തിന്റെ ഗൗരവം കുറച്ചു എന്നും സ്വന്തം റീച്ചിന് വേണ്ടി സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സമരത്തെ ഉപയോഗിക്കുന്നു എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ആ വിമർശനം മാറിയ സമര രീതികളെ പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജെൻസി ഡിജിറ്റൽ ആക്ടിവിസത്തിന്റെ നവീനമായ ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണെങ്കിലും ഇതിന്റെ മറുവശത്ത് ഉയർന്നു വന്ന ഒരു വലിയ സാങ്കേതിക സാമൂഹിക പ്രശ്നമാണ് കോൾ ഔട്ട് കൾച്ചർ. ഒരു വിഷയം ഡിജിറ്റൽ ഇടങ്ങളിൽ തരംഗമാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാത്ത പ്രമുഖരെ ലക്ഷ്യമിട്ട് കോൾ ഔട്ട് ചെയ്യുന്നത് ഇത്തരം സമരങ്ങളിൽ കണ്ടുവരുന്ന ഒരു രീതിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളെയും പേളി മാണിയെ പോലുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയുമാണ് ഇത്തരക്കാർ പ്രധാനമായും ലക്ഷ്യമിട്ടത്. അതായത് സമൂഹത്തിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ളവരെ. സമരത്തിൽ നേരിട്ട് ഇടപെടുകയോ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ ഇവരെ നിലപാടില്ലാത്തവർ, സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവർ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിരുദ്ധർ എന്നൊക്കെ മുദ്ര കുത്തുകയാണ് ചില സമരാനുകൂലികൾ. എന്നാൽ ഇത് ആരോഗ്യകരമായ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ആണോ? നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് യഥാർത്ഥ പിന്തുണയല്ല, മറിച്ച് വെറും ഒരു പെർഫോമേറ്റീവ് ആക്ടിവിസം മാത്രമാണ്. ഉദാഹരണത്തിന് പേളി മാണിയുടെ പോസ്റ്റിൽ അത് വ്യക്തമാണ്. പക്ഷേ ഒരു സമര ടാക്ടിക് എന്ന നിലയിൽ ഇത് സക്സസ്ഫുൾ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ എതിർപക്ഷത്തുള്ളവർ സിസ്റ്റത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നവരാകുമ്പോൾ ഇങ്ങനെയുള്ള പല ടാക്ടിക്സ് പ്രയോഗിക്കേണ്ടത് അനിവാര്യമായിരിക്കാം. എന്തായാലും രാജ്യത്തിലെ പ്രതിപക്ഷം വേണ്ടത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇന്ത്യൻ യുവത അതിനെതിരെ ധീരതയോടെ പ്രതികരിക്കുമെന്നത് ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ഭരണകൂടത്തിനുള്ള ഒരു വാർണിംഗും. അപ്പൊ എന്താണ് മൊത്തത്തിൽ ഈ സമരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.